അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്, നല്ല തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ, അതുപോലെ ഇന്നലെ ഞായറാഴ്ച ദിവസമായി കൊലത്തൂക്കെന്ന് വെച്ചാൽ കൊലത്തൂക്കാണ് തുടരും എന്ന ചിത്രം ഇന്നലെ നേടിയിരിക്കുന്നത്. 1 കോടിക്ക് മുകളിലുള്ള തുക ഇന്നലെ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അതുപോലെ മഴയാണ്, കോരിത്തെരിക്കുന്ന മഴ അല്ലേ, എന്താ മഴ അല്ലേ. എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ ചൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്താണ് ഇപ്പം തണുപ്പടിച്ച് തുടങ്ങിയിരിക്കുന്നത്. ആ അവസ്ഥയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം സിനിമകൾക്കൊന്നും യാതൊരുവിധ പ്രശ്നവും ഇപ്പോഴും നേരിട്ടിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ മഴയത്തും മലയാള സിനിമകളിലെല്ലാം മികച്ച കളക്ഷൻ നേടുന്നുണ്ട്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നലത്തെ കളക്ഷൻ എന്ന് പറയുന്നത്, ഇന്നലെ ടിക്കറ്റ് വിറ്റുപോയത് 21,720 ടിക്കറ്റ് ഇന്നലെ മാത്രമായിട്ട് തുടരും ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായിട്ട് വിറ്റുപോയിട്ടുണ്ട്. അപ്പം തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുന്നതോ വേറെ സൈറ്റിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുക്കുന്നതൊന്നുമല്ല നമ്മൾ പറയുന്നത്. ബുക്ക് മൈ ഷോയുടെ കണക്കാണ് പറയുന്നത്. 21,770 ടിക്കറ്റാണ് ഇന്നലെ തുടരും എന്ന സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ട് വിറ്റുപോയിരിക്കുന്നത്. അത് മലയാളത്തിലെ ഇന്നലെ വിറ്റുപോയ ടിക്കറ്റിൻ്റെ എണ്ണത്തിൽ 2ാം സ്ഥാനത്താണ്. ആദ്യ സ്ഥാനം നമ്മുടെ നരിവേട്ട എന്ന് പറയുന്ന ചിത്രം തന്നെയാണ്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പം 232 കോടി 22 ലക്ഷത്തിലേക്ക് തുടരുന്ന ചിത്രം കടന്നിരിക്കുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 139 കോടി 22 ലക്ഷമാണ്. ഓവർഫിഫ് കളക്ഷനായിട്ട് 93 കോടിയാണ്. ഇത് കൃത്യമായിട്ടുള്ള കണക്കുകളാണെന്ന് പ്രതീക്ഷിക്കുക വയ്യ. കാരണം ഓവർഫിഫിൻ്റെ ഒന്നും കണക്ക് ഇന്നലത്തെ പോലെ തന്നെ 93 തന്നെയാണ് കാണിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടും. അപ്പം ഈ 132 എന്നുള്ളത് അല്പം കൂടെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നലെ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയത് 1,29 ലക്ഷം രൂപയാണ്. 31ാമത്തെ ദിവസം 1,31 ലക്ഷം രൂപ ഈ ചിത്രം നേടിയെന്ന് പറയുമ്പോൾ ഇപ്പം റിലീഫായ ചിത്രങ്ങൾ പോലും 1 കോടി പോലും തികയ്ക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ആ സമയത്താണ് 33ാമത്തെ ദിവസവും 1,29 ലക്ഷം രൂപ നേടി തുടരും ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 116 കോടി 59 ലക്ഷം കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് തുടരും എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ നീണ്ടുപോകുന്നത്. അതുകൊണ്ട് തുടരും എന്ന് പറയുന്ന ചിത്രത്തെ പറ്റി പറയുമ്പം കേരളം കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കർണാടകമാണ്. കർണാടകത്തിൽ തന്നെ 8 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകത്തിൽ തന്നെ ബാംഗ്ലൂർ ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ. പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയത്തില്ലേ, തുടരും ചിത്രത്തിൻ്റെ കളക്ഷൻ വരുന്നതിൻ്റെ ഏറ്റവും പ്രഭവമായ കേന്ദ്രം ബാംഗ്ലൂർ സിറ്റിയാണ്. ഇന്നലെ ഞായറാഴ്ച പോലും ഇവിടെ പല ഹൗസ്ഫുൾ ഷോകളും ഉണ്ടായിരുന്നു. തിയേറ്ററിൽ നിറഞ്ഞ തിരക്ക് തന്നെയായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്. അപ്പം ഞായറാഴ്ച ദിവസം എനിക്ക് തോന്നുന്നു കേരളത്തിലെ കൊച്ചി, തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമായിട്ട് ബാംഗ്ലൂർ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ ചിത്രങ്ങൾക്ക് ബാംഗ്ലൂർ പ്രത്യേക വൈബ്, പ്രത്യേക ഹൈപ്പ് ഒക്കെ കിട്ടി വരുന്നു. അതുപോലെ തന്നെ കർണാടകം ഏകദേശം 10 കോടിക്ക് മുകളിൽ ഗ്യാരണ്ടി ആയിട്ട് മാറുന്ന ഒരു സംസ്ഥാനമായിട്ട് കർണാടകം മാറുന്നു ലാലേട്ടൻ ചിത്രങ്ങൾക്ക്. അപ്പം കേരളം കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലാലേട്ടൻ ചിത്രങ്ങൾക്ക് ഉണ്ടാകുന്നത് നമ്മുടെ കർണാടകത്തിലായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ കാര്യം. തമിഴ്നാട്ടിൽ 5 കോടിക്ക് മുകളിൽ കയറിയെങ്കിൽ ഇവിടെ 8 കോടിക്ക് മുകളിലാണ് കർണാടകത്തിൽ 31 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പം തുടരും ചിത്രങ്ങളിലെ പുതിയ വിശേഷങ്ങളും വാർത്തകളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. വർക്കിംഗ് ഡേ ആണ്. ഇന്നൊരു പക്ഷേ കളക്ഷൻ കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഈ ആഴ്ച തന്നെ 30-ാം തീയതിക്കുള്ളിൽ OTTയിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ ലാസ്റ്റ് നിമിഷം വരെ തുടരും ഇങ്ങനെ ആവേശജലമായി കത്തിച്ചൊരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പം പുതിയ സിനിമകളുടെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനൊരു വീഡിയോയുമായിട്ട് രാവിലെ തന്നെ എത്തുന്നതാണ്. അപ്പം ഓക്കെ, ബൈ.